ഞാൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് അതുപോലെ ഉണ്ട് അല്ലെ. ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കാർട്ടൂണിന്റെ കഥ അല്ലെ. രണ്ട് ഷോറൂമിൽ ഇങ്ങനെ കാർട്ടൂൺ ചെയ്തത്. ഇത് നമുക്ക് ഇതുപോലെ ഓഫർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു ബഡ്ജറ്റ് ആയിട്ട് BMW ആണ്ടോൽക്ക് 10,90,000 രൂപക്ക് ഒരു ബെൻസ് എന്ന സ്വപ്നം ഒറിജിനൽ കേരള. യൂസ്ഡ് കാർ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്നത് ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയത്തിലൂടെ, ഒരുപാട് ആളുകൾക്ക് വാഹനം സെല്ല് ചെയ്ത് അവരുടെ നല്ല ഫീഡ്ബാക്കിലൂടെ ഒക്കെയാണ് എന്ന് പറയാം. ഇപ്പോൾ ഞാനുള്ളത് സഫാരി കാർസിലാണ്. ഈ പേര് നിങ്ങളോട് ഞാൻ അധികം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷ കാലയളവായിട്ട് ഈ മേഖലയിൽ സജീവമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് സഫാരി കാർസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ടാറ്റ എസ്റ്റേറ്റിനെ പരിചയപ്പെടാനാണ്. ഒപ്പം ഈ ഷോറൂമിനകത്ത് ഏതൊക്കെ വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാനല്ല, സഫാരി കാറിൻ്റെ എല്ലാമായിട്ടുള്ള അൻഫൽക്ക. ആദ്യമായിട്ടാണ് അൻഫൽക്ക നമ്മളെ ചാനലിനകത്ത് വരുന്നത്. പക്ഷേ ഞങ്ങൾ എന്താ പറയാ, ശരിക്കും സുഹൃത്തുക്കളാണ്, ഒരു ബ്രദേഴ്സിന്റെ സ്നേഹമുള്ള ആൾക്കാരാണ്, ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് 4ാമത്തെ തവണ തോന്നുന്നു സഫാരി കാർസ് വരുന്നത്. 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. എപ്പോഴും വരാറുണ്ട്, വീഡിയോ ചെയ്യാറില്ല മാത്രം. നജീബ് ബ്രോന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. ഒരുപാട് സന്തോഷം. കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ വരുന്ന കാലത്ത് തന്നെ ഇദ്ദേഹം സജീവമായിട്ട് യൂട്യൂബിലുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, സജീവമായിട്ട് യൂട്യൂബിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വണ്ടിൻ്റെ മേഖലയിലാണ്. അപ്പോൾ ഓട്ടോമോട്ടീവ് രംഗത്ത് നമ്മളൊരു ഇതിലോട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാനും കൂടിയായിരുന്നു ഞാൻ അങ്ങോട്ട് അല്ല സത്യം, ഇത് ഞാൻ നോണ പറയല്ലോ, ആത്മാർത്ഥമായിട്ട് സത്യമായിട്ട് പറയാണ്. അപ്പം മൂപ്പര് വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്, പഠിക്കാറുണ്ട്. പിന്നെ മൂപ്പരിപ്പോൾ യാത്ര പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം മൂപ്പര് ചാനലിൽ വരാൻ കഴിഞ്ഞതിലും. ഒരു കേരളത്തിലെ ഒരു പ്രശസ്ത ഓട്ടോമോട്ടീവ് ഒരു വലിയ നെറ്റ്വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഫാരി കാർസ് എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് ഒന്നല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഇതെടുത്ത ആളുകളുടെ എക്സ്പീരിയൻസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇടയിലൂടെ സംസാരിക്കാം. എന്തായാലും സഫാരി കാർസിന്റെ 2ാമത്തെ ഇതാണ് ഒരു സ്ഥാപനമാണ് ഇത്. നമ്മളൊരു നിങ്ങൾ വന്നപ്പോൾ ഇവിടെ എന്തോ ഇറക്കിയിട്ടാണ് വീഡിയോ മറ്റേ ഷോറൂം ആംബിയൻസും കയറി വരുമ്പോൾ ഞാൻ അത് വെച്ച് ഉടച്ചോണ്ട് റിസോർട്ട് പോലെ വീഡിയോയിൽ കാണാം, ഞാൻ ആഡ് ചെയ്യാം. അതായാലും ഒരുപാട് വണ്ടികളുണ്ട്. കഴിഞ്ഞ 10 വർഷമായി സഫാരി കാർസ് ഇങ്ങനെ വാഹനം. സഫാരി കാർസിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, ഇവിടുത്തെ വണ്ടി എടുക്കുന്ന ആൾക്കാർ ഒരു 10 ദിവസത്തിലുള്ള കംപ്ലൈന്റ് ഒന്നും ഇവിടെ തന്നെ തിരിച്ചു കൊടുക്കും. 100% അങ്ങനെ അധികാരം അങ്ങനത്തെ സംസാരിക്കില്ല. അതായത് നമ്മൾ കാരണം ചോദിക്കാതെ തന്നെ തിരിച്ചെടുക്കും. ഒരു 10 ദിവസത്തിനുള്ളിലാണ് പൈസ തിരിച്ചു കൊടുക്കും. വേറെ വണ്ടി ഈ ഫീൽഡിൽ ഒരുപാട് എത്തിക്സുകൾ കീപ്പ് ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് എപ്പോഴും അൻഫൽഖാനെ കാണാറുള്ളത്, തോന്നാറുള്ളതും. പ്രായം കൊണ്ട് എന്റെ ചെറുതാണ്, പക്ഷെ ഞാൻ ഇക്കാന്ന് വിളിക്കുന്നത്. ഞാനിപ്പോ തിരുത്താൻ നിൽക്കാണ്, നമ്മളെ ജ്യേഷ്ഠനാണ്. അപ്പൊ ഞാൻ ഇക്കാന്ന് വിളിക്കുന്നത് ആ ഒരു റെസ്പെക്ടിന്റെ പുറത്താണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് വണ്ടികളെ പരിചയം ആദ്യം തന്നെ എന്റെ ഫേവറേറ്റ് ഒന്നിൽ തുടങ്ങാം. അതെ, നജീബ് ബ്രോ അധികം വൈകാതെ നമ്മളെ കൈകൊണ്ട് തന്നെ ആവട്ടെ എന്നില്ല പ്രാർത്ഥന. ഞാൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് അതുപോലെ ഉണ്ട്. 2019 മോഡൽ C220. 2019 മോഡൽ C220. ഇത് നമ്മൾ 47 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ജെന്യൂൻ കമ്പനി സർവീസ്, കേരള രജിസ്ട്രേഷൻ. ഒക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. ഇവോക്കുകൾ ഫുൾ ഒറിജിനൽ കേരളയാണ്. ഓഡിയിലൊക്കെ 1-2 വണ്ടി റീ ആയതുള്ളൂ. ഇനി റീ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മൾ എല്ലാ കാറ്റഗറിയും ചെയ്യുന്നുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടികൾ ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇത് 47 കൊടുത്തു കഴിഞ്ഞാൽ 47 ഇപ്പൊ കൊണ്ടുപോകാം. ചെറിയ നെഗോഷ്യബിൾ ഒക്കെ കസ്റ്റമർ ചെയ്ത് കൊടുക്കും. അതേപോലെ ഞാൻ GLC എടുക്കണമെന്ന് വെച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു വേണ്ട, ഒരു ഇവോക്ക് എടുക്കുന്നത്. അതെ തീർച്ചയായിട്ടും. ഇവോക്ക് ഇത് 2014. ഇവോക്ക് നമുക്ക് ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ 14 ഉണ്ട്. 4 ഇവോക്കുകളോട് ഇത് 2014 ഒറിജിനൽ കേരള. പിന്നെ 2018 ആ 2 വണ്ടി 2016. എല്ലാം ഒറിജിനൽ കേരള വണ്ടി. ഇന്റീരിയർ ഏറ്റവും അടിപൊളിയായിട്ട് ഡൈനാമിക്. അതെ, 16 18 അടിപൊളി. അപ്പൊ ഒരു ബഡ്ജറ്റ് ആയിട്ട് ഒരു ഏതൊരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന വിലയിലുള്ള വണ്ടികളുണ്ട്. 25.5 ലക്ഷം രൂപ. 2014 1.10 ഓടിയത്. ശരിക്കും 33 ലക്ഷം രൂപ മാർക്കറ്റിലെ വണ്ടിയാണ്. 25-ന്. കാരണം ഈ കിലോമീറ്റർ ഓടിയുന്നില്ല ഫാൾട്ട്, വേറെ ഒരു കുഴപ്പമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അതെ, ഇതിപ്പോ നമ്മൾ ഇതിൽ ഒറ്റയടിക്ക് 18 ഏതാ 14 ഏതാ ചോദിച്ചാൽ അറിയില്ല, മനസ്സിലാവില്ല.
ചെറിയ ഗ്രില്ലിന് ഡിഫറൻസ് ഉണ്ട്. 18 വരുമ്പോൾ 52 ലക്ഷം രൂപ വരും. 52. അതെ, കണ്ടറിയാത്ത വണ്ടിയാണ്. അപ്പൊ അതാ പറഞ്ഞ വില കൂടുതൽ ആരും പറയണ്ട. 25ന്റെ ഇവോക്കുണ്ട്, 52 ലക്ഷം ഉണ്ട്, 60,000 കിലോമീറ്റർ. ഇനി 2016 ഉണ്ട്, 25,000 ഓടിയത്. അവിടെ ലോ കിലോമീറ്റർ വേണ്ടവർക്ക് അതുണ്ട്. അതിൽ 43,900 റെഡ് തന്നെ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇതും 60,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഇത് 37 ലക്ഷം. അപ്പൊ എല്ലാ വിലയിലും ഇവോക്ക് 25 മുതൽ 52 ലക്ഷം രൂപ വരെ. 52 വരെയുള്ള ഇവോക്ക് ഇവിടെ ഇതിന്റെ ഒക്കെ പ്രത്യേകത സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള, കമ്പനി ജെന്യൂൻ സർവീസിലെ ഒരു പുതിയ വണ്ടി എടുക്കണ മാതിരി എടുക്കാം. അപ്പൊ ഇതിനൊക്കെ ഇന്റീരിയർ ഇതിന്റെ കൂടെ എനിക്ക് കാണാം. ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് റെഡിന്റെ ആയിരുന്നു. ഇത് ബീച്ച് കളറാണ്. GLC-ന്റെ നല്ല ഇന്റീരിയർ, അടിപൊളി ഭയങ്കര നീറ്റാ. ഇനി ഓടിന്റെ ഒരു നിരകളാണ്. കേരളാണോ? അത് ഒരു വണ്ടി റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ഒറിജിനൽ കേരളയാണ്. ഒരുപാട് ഓടിയുണ്ട്. ഇനി 2 വണ്ടി ഇതിൽ പാർക്ക് ചെയ്യാനും ഉണ്ട്. ട്രെൻഡായി തുടങ്ങി. കാരണം ഒരു പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു 10-15 ലക്ഷം രൂപക്ക് യൂസ്ഡ് നല്ല വണ്ടി കിട്ടും. ഇതൊക്കെ ഒരു 13.25 ലക്ഷം രൂപക്ക് A6 കൊടുക്കാം. A6 ഒറിജിനൽ കേരള വണ്ടി. അങ്ങനെ 2 വണ്ടി ഉണ്ട്. പിന്നെ ഓടി A4 നമ്മളെത്തി 1190ന്റെ ഉണ്ട്, 1390 ഉണ്ട്, 14.25 ഉണ്ട്. ഈ 90 പറയുന്നത് എന്താണോ ഫൈനലാക്കി പറയണത്, എന്തായാലും കമന്റ് വരും. എന്താ ഇയാൾ 90 ശരിക്കും അത് നമ്മളൊരു 12.5 പറഞ്ഞ് ഒരു 50 റുപ്യ കുറക്കണില്ലാറല്ലേ ലാസ്റ്റ് ആണ് പറയാം. ഇനി വരുന്നവർക്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടോ? പരിപാടി നമുക്ക് നടക്കില്ല. ഇത് രണ്ടും ബ്ലാക്ക് ഇന്റീരിയർ ആണ്. അതെ, ബാക്കി ബീജാണ്. ഇത് 3 A4 ആണ്. ശരിക്കും ഇഷ്ടം ബ്ലാക്ക് ഇന്റീരിയർ. അതെ, ഇത് 2 A6 ആണ്. ഈ സിൽവർ കളർ നല്ല രസമില്ല. അതെ, ഇത് A6 റൂട്ട് കാണാനാ രസം, പതിഞ്ഞിങ്ങനെ പോകും. ശരിക്കും സഫാരി കാർസേ, ഞാനൊരു ചോദ്യം, ഇത് ഔട്ട് ഓഫ് ദ ബോക്സ്. അതായത് ഇപ്പം സഫാരി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നിങ്ങൾക്ക് ഈ ഫീൽഡില്ലേ? തീർച്ചയായിട്ടും. അവരുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മോട്ടീവ് എന്താണ്? ശരി, അതെന്താ ചോദിച്ചാൽ നമ്മളെ നാടുണ്ടല്ലോ കരുവാരക്കുണ്ട്, ഇത് ഇവിടെ ഒരുപാട് ഡീലർമാരും കച്ചവടക്കാരും ഉണ്ട്. പക്ഷെ എല്ലാവരും ഒത്തൊരുമയാണ്. സ്നേഹമുണ്ട്. ഒരാൾക്ക് ഒരാള് ബുദ്ധിമുട്ടുണ്ടാക്കുക, പാരവെക്കുക, അതൊന്നുമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തുകാരനായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ മൊത്തത്തിൽ നമുക്കൊരു ഇത് വന്നത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷമാണ്. ആദ്യം നമ്മൾ വണ്ടി എടുക്കും, വാട്സപ്പിൽ വിട്ടുകൊടുക്കും, ഓരോ ലൈനിൽ പോയി വണ്ടി നോക്കി പർച്ചേസ് ചെയ്യും, അങ്ങനെയൊക്കെയാണല്ലോ. സോഷ്യൽ മീഡിയക്ക് വന്നപ്പോഴാണ് ഇതിന്റെ സാധ്യതകൾ വൈഡായത്. ഇപ്പം സഫാരി കാർസിന്റെ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ പണ്ട് വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഞാൻ ഒരിക്കൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ HR മാനേജർ പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡ് വണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സഫാരി കാർസ് മനസ്സിലല്ലേ, ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത്. അത് നജീബ് ബ്രോ, സാധാരണ എല്ലാ ഡീലർമാരും ചെയ്തതിന് മാർക്കറ്റിങ്ങിന് അവരുടേതായ രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ആളെ കൊണ്ടുവരായിരുന്നു. നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ വിശ്വാസം വന്ന് അത് ആ ഒരു വിശ്വാസം നിലനിർത്തി. അത് നമ്മൾ ഇനി തല പോയാലും ഇപ്പൊ ചില മാസങ്ങളിൽ നമുക്ക് കയ്യിൽ നിന്ന് പൈസ പോയിട്ടും ചില കസ്റ്റമർ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതെന്താണ്, നമ്മൾ ട്രസ്റ്റ് നിലനിർത്തും. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വന്നാലും അദ്ദേഹത്തെ നമ്മൾ ഇപ്പൊ നിങ്ങളൊരു വണ്ടി സെല് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ആ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻസ് ഒക്കെ വന്നു. കാരണം ചിലപ്പം ഒരു ഡീലർഷിപ്പ് നടക്കുന്ന സമയത്ത് ഡീലർഷിപ്പിന് അവർ ഭയങ്കര സപ്പോർട്ട് കൊടുക്കും. പ്രത്യേകിച്ച് ഭയങ്കര ഒരു നെറ്റ്വർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനായിട്ട് അങ്ങനത്തെ ഒരു തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, ഇപ്പോൾ നജീബ് ബ്രോ വന്ന് നമ്മളിതിന് വണ്ടി എടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു കസ്റ്റമറായി കാണുന്നതിലുപരി നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വന്നൊരു അതിഥിയാണ്, മെമ്പറായി. അദ്ദേഹം ഇനിയിപ്പോൾ 1 മാസം അല്ല 6 മാസം കഴിഞ്ഞാലും അയാളെ വെറുപ്പിക്കാതെ എങ്ങനെ ഡീൽ ചെയ്യാന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഹെൽപ്പ് കൊടുക്കും, സപ്പോർട്ട് ചെയ്യും. ഒരു 10 ദിവസത്തൊക്കെ നമുക്ക് എന്ത് വേണേലും ചെയ്തു കൊടുക്കാം. വണ്ടി റിട്ടേൺ ചെയ്യാം, കംപ്ലൈന്റ് റെഡി ആയി കൊടുക്കാം. പറ്റില്ല. റോഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് വന്നോ, അവർക്കൊരു എഞ്ചിൻ സർവീസ് ചെയ്യേണ്ടി വന്നോ, അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇപ്പൊ ഈ മാസം നമ്മളെ കൊല്ലത്തിലൊരു വാഹനം നമ്മൾ ഈ മഴക്കാലമായി ഇപ്പോൾ വെള്ളം കൂടി നിൽക്കുന്ന സ്ഥലത്തിലൂടെ ഇയാൾ ഓടിച്ചു പോയി, ഇതിന്റെ മൊഡ്യൂള് പോയി, സ്റ്റിയറിംഗ് സ്റ്റക്കായി. ഇയാൾക്ക് എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ ഇവിടുന്ന് ഡ്രൈവറെ വിട്ട് ആ വണ്ടി റിക്കവറി വാനിൽ കയറ്റി ഇവിടെ കൊടുന്ന് ക്ലിയർ ചെയ്ത് വീണ്ടും അവിടേക്ക് എത്തി. അപ്പോൾ അത് നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. അത് നമുക്ക് അതിനുള്ള ഹെൽപ്പ് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ അതെ, തിരിഞ്ഞു നോക്കൂലല്ലേ നമ്മൾ. കാരണം അതിന്റെ ബില്ലും എക്സ്പെൻസ് അവർ ചെലവാക്കേണ്ടി വന്നാലും ഇത് ആക്കിച്ചാൻ അറിയാലോ ഉണ്ടായാൽ മതി. അതൊരു ധൈര്യമാണല്ലോ, കോൺഫിഡന്റ് ആണല്ലോ. ഇനി എൻ്റെ ഒരു ചോദ്യം, ഇതിപ്പോൾ നമ്മൾ കണ്ടത് ലക്ഷറി കാർസ് ആണ്. ശരിക്കും സഫാരി കാർസ് ലക്ഷറി കാറിൽ മാത്രമാണ്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ വരുന്നത് ഒരു ബൈക്ക് കച്ചവടത്തിന് മുന്നേ നമ്മൾ കഥയാണ്, ബ്രോക്കറായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ബ്രോക്കർ പണി പഠിക്കുമല്ലോ,
സത്യത്തിൽ നമ്മൾ വാപ്പ വണ്ടി കച്ചവടത്തിൻ്റെ ഫീൽഡിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിമ്മക്കിലൊരു അട്രാക്ഷനും ഒരു വണ്ടി സ്നേഹവും ഭ്രാന്തൊക്കെ വരുന്നത്. അങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കുറേ പണികളിലൊക്കെ പോയി പിന്നെ വലിയ ബൈക്ക് കച്ചവടം തുടങ്ങി. പിന്നെ നമ്മൾ കാറുകളുടെ ഈ ബ്രോക്കർ പണി എന്ന് പറയും. അത് ശരിക്കും ഇവിടെ നമ്മളെ നാട്ടുകാർക്കൊക്കെ അറിയാം. കണക്ട് ചെയ്ത് കൊടുക്കും, നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ എടുത്തു കൊടുക്കും. അപ്പോൾ ഇതൊരു ശരിക്കൊരു കടലാണ്. നമ്മൾ ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ച എന്ന് പറയുമല്ലോ. അതുകൊണ്ട് എനിക്ക് എന്താണ് എല്ലാ ഇതിൻ്റെ ചതിക്കുഴികളും ഞാൻ പഠിച്ചതാണ്. ഞാൻ പെട്ടിട്ടുണ്ട് ഞാൻ കുറേ കേസ് പെട്ടിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ എണീക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാതെ അതിന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ അതെ വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ബഡ്ജറ്റ് കാറുകളും കൂടെ തീർച്ചയായിട്ടും ബാക്കിലുണ്ട്. അതെ, നമ്മൾ വിന്റേജ്, പ്രീമിയം, ഇന്നോവ, ഫോർച്യൂണർ അത് ആ ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് കാറിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വലിയ ഓഫർ പറയാണ്ടല്ലോ. ഇതും ബഡ്ജറ്റ് തന്നെ. ഇത് ബഡ്ജറ്റാ? കാരണം ഏകദേശം എത്ര ഉണ്ടാവും? മെർസിഡീസ് ബെൻസിന്റെ സി ക്ലാസ്സിനൊക്കെ 250 ഈ ഷേപ്പിൽ 2012 ഒറിജിനൽ കേരള ആ റേഞ്ചില്ലേ. ഇത് നമുക്ക് ഇതിപ്പോ ഓഫർ ഇട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം. അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ നമ്മുടെ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഒരുമിച്ചേക്കാനും വരിക. എന്നാലും കാണുന്നവർക്ക് കേട്ടത് ഇത് നമുക്കേ ഒരു 10 ദിവസത്തെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാം. ഓഫർ ഉണ്ട് എഴുതിയിട്ട് ആൾക്കാർ കംപ്ലൈന്റ് ആണ്. 9.25 ലക്ഷം രൂപക്ക് പനോരമിക് സൺറൂഫ് വരുന്ന C250 ഡീസൽ എഞ്ചിൻ. സി ക്ലാസ് ഇത് 2012 കിലോമീറ്റർ 170. 170 ആണ് എഴുതിയിട്ട് പേടിക്കണ്ട, നമ്മള് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ലാഭല്ലേ? ആവശ്യക്കാര് വേഗം ബന്ധപ്പെട്ടോളൂ. അതെ ഇത് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്, മെയിൻ്റെനൻസും കമ്മിയുള്ള മോഡലാ. ഓടിക്കാൻ അതെ എഞ്ചിന്, ഗിയർ ബോക്സ്, മേജർ ആക്സിഡന്റ് ഇതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ അവർക്ക് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, അത് നല്ലൊരു ഹോട്ട് ഡീൽ. അതെ അതെ ആദ്യം കിട്ടും. ക്യാമറി ഹൈബ്രിഡ് ഇതിപ്പോ ടോക്കണായി ഏകദേശം 2015 മോഡലാ. ഈ സെയിം വണ്ടി ഒന്നും പാടെ നമുക്ക് വരുന്നുണ്ട്. വരുന്ന നമുക്ക് എന്തായാലും ഒരു 11-12 അടിയിലായിട്ട് NOC-ല് എന്നാലൊരു നമ്പറാക്കി വന്നാൽ ഒരു 14 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വണ്ടിയാവും. 14-15 ഉള്ളിൽ വണ്ടിയാവും. മാരക വണ്ടിയാ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിപ്പോ നമ്മള് ഏകദേശം 11.25 ആ റേഞ്ചിൽ തന്നെ. അതെ. പിന്നെ ടൊയോട്ട അൾട്ടീസ് ഇത് ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ വേരിയന്റ് ആണ്, 2014 ഒറിജിനൽ കേരള വണ്ടിയാണ്. 7.25 എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനാ. അൾട്ടീസ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. കാണുമ്പോ അതെ. പിന്നെ ടൈഗോൺ അതെ അടിപൊളി വണ്ടിയാ. ഇത് GT ആണ്. ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫീൽ വേറെയാണ്. ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയാം. പക്ഷെ വേറെ ഒന്നുണ്ട് കേട്ടോ, ഇപ്പൊ നമ്മളിപ്പോ ഈ എറണാകുളം, കോഴിക്കോട് ഭാഗത്തു കൂടി ഒക്കെ പോകുമ്പോൾ ടൈഗർ റോഡിൽ ഇഷ്ടം പോലെ കണ്ടമാനം വണ്ടി ഇറങ്ങി വാങ്ങുന്നുണ്ട്. ഇതിപ്പോ ഫസ്റ്റ് യൂസ് എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 27,000 കിലോമീറ്റർ 2022 ആണ്. ചെറിയ പഴക്കമുള്ളൂ. GT ആണ്. ഏകദേശം 10-24 ലക്ഷം റുപ്യ വില വരുന്നുണ്ട്. 16.25 കൊടുക്കാം. അത്ര നല്ല ഡിപ്രിസിയേഷൻ ലാഭം. അത് ഇങ്ങനെ പുതിയ വണ്ടി അല്ലാന്ന് ആരും അറിയില്ല. അതെ ശ്രദ്ധിച്ച വണ്ടികളൊക്കെ ടയറൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ പ്രത്യേകിച്ച് ആ ഇവോക്കൊക്കെ നല്ല ടയറാണ്. ഇത് നമ്മുടെ സ്വന്തം ബലീനോ. ഇത് ഏറ്റവും പുതിയ മോഡലാണ്. ഇന്ന് കയറിയതാ 2023. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 10-15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അൽഫയാണ്. അതെ, അപ്പൊ ഒരു പുതിയ വണ്ടി ചെറിയ മാസങ്ങളെ പഴക്കുള്ളൂ. അപ്പൊ പുതിയ വണ്ടീന് ചെറിയ ഡിപ്രിസിയേഷനിൽ കൊടുക്കാം. കസ്റ്റമർ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം. ഒരു പ്രൈസ് ഇന്ന് വന്നിട്ടുള്ളൂ. അതെ. സ്കോഡ കുഷാക്ക് 21-22 മോഡൽ. 16,000-17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഇത് നമുക്ക് 14,90 കൊടുക്കാം. 20 റുപ്യാന്റെ മേലെ ബില്ലില്ല വണ്ടി. 14,90 നല്ല. കാരണം സ്കോഡ കുഷാക്കൊക്കെ ഇത് അത്യാവശ്യം എൻക്വയറിയില്ല വണ്ടി. നല്ല വണ്ടിയാണ്. ഫീച്ചേഴ്സ് സൺറൂഫ് വരെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലൊക്കെ സൺറൂഫ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റാ. ഇനി നമുക്ക് കാണിക്കാനുള്ളത് കുറച്ചും കൂടെ ലോ ബഡ്ജറ്റിലുള്ള പ്രീമിയം കാണിക്കാം. നമ്മളെ ഹൈലൈറ്റ് ഇത് രണ്ടൊന്ന് പിന്നെ ഷിഫ്റ്റ് ഡിസയറും വിളിച്ചാൽ മതി, പറഞ്ഞില്ല. പിന്നെ അതേപോലെ പിന്നെ നമുക്കേ ഒരു ബഡ്ജറ്റ് ആയിട്ട് BMW വേണ്ടവർക്ക്
വാങ്ങണം, എന്നാൽ വലിയ പൈസ നമ്മളെ കയ്യിലില്ല. വേണ്ട, സ്വപ്നം സാക്ഷാത്കരിക്കാം. ഒരു പേടിയും പേടിക്കണ്ട, നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ലേ, സഫാരി കാർസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോ അവിടെയൊക്കെ കണ്ട ഒരു അൾട്ടീസിന്റെ വില അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റിന്റെ വില 8.25 ലക്ഷം രൂപ. 8.25 രൂപ BMW 2012 മോഡല് X1. 7.25 ഒരു വണ്ടി ഉണ്ടായിരുന്നു, അപ്പൊ സെയിലായി. ഇത് ഒറിജിനൽ കേരള കേട്ടോ, നല്ല വൃത്തിയുണ്ട്, ബോഡി നീറ്റും ഉണ്ട്. ഇത് അത്യാവശ്യം മൈലേജും ഉണ്ടാവും. അതെ, അടുത്ത ബെൻസ് 8.25 ലക്ഷം രൂപ. ഇത് അതർ സ്റ്റേറ്റ് ആണ്, നമുക്ക് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ശരിക്കും കുറഞ്ഞ കാലം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അല്ല, അവിടുന്ന് വന്നാൽ ശരിക്കും നമുക്കൊരു 3 മാസം കൊണ്ട് നമ്മളെ പേരിലാക്കണം, നിർബന്ധമായിട്ടാക്കണം. പിന്നെ അത് NOC എടുത്താൽ ഫൈനൊക്കെ ഉണ്ട്. NOC എടുത്ത് നമ്മൾ നമ്പർ ആക്കാതിരിക്കലൊക്കെ നമ്മൾ NOC എടുത്ത് അവരുടെ പേർക്ക് മാറ്റി കൊടുക്കും. ശരിക്കും NOC ഇപ്പൊ നിങ്ങളെ പേരിൽ തരുന്നവരെ നമുക്ക് ഉത്തരവാദിത്തമാണ്. നിങ്ങൾ പറയാണ് എനിക്ക് ടാക്സ് അടച്ച് നിങ്ങളെ പേരിലാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കൊടുക്കും. അതല്ല നിങ്ങൾ NOC മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരിൽ NOC വരും, നിങ്ങൾക്ക് ടാക്സ് അടക്കാം. ഇതാ മെഴ്സിഡീസ് ബെൻസിന്റെ ഈ ക്ലാസ് ഉണ്ട്, ഒരു 16 ലക്ഷം രൂപക്ക് 2014 വണ്ടി, കേരള രജിസ്ട്രേഷൻ. അതേപോലെ XUV ഉണ്ട്. ഇനി താറുകൾ കണ്ടോ, താറുകൾ 3 വണ്ടി ഉണ്ട്. അതായത് ശരിക്കും 2018. പിന്നെ ഇതൊക്കെ ഒറിജിനൽ കാറിൽ കേട്ടോ. ഇത് രണ്ടും 2021. ഒന്ന് ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഒന്ന് മാനുവലും ഉണ്ട്. അതിലൊക്കെ ഒരു 1390, 1490 ലോ കിലോമീറ്ററാ, 15,000, 20,000 കൂടിയിട്ടുള്ളൂ. ഇതാവുമ്പോൾ ഇനി ഒരു ബഡ്ജറ്റ് ആയിട്ട് 8.25 ലക്ഷം രൂപക്കും താറ്. 2018 45,000 ഓടിയിട്ടുള്ളൂ. കുറച്ച് അൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ടാന്നുള്ളവർക്ക് ഒറിജിനൽ ആക്കി കൊടുക്കും ചെയ്യാം, അങ്ങനെ കൊടുക്കാം. എനിക്കിത് ഫൈനാണ്, അത് നമ്മൾ പറയണല്ലോ. ഈ ഭാഗത്ത് എത്ര സമയത്ത് ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാർട്ടൂണിന്റെ കഥ. അതെ, 2 ഷോറൂമിൽ ഇങ്ങനെ കാർട്ടൂൺ ചെയ്യുന്നത് ശരിക്കും വെറും കാർട്ടൂൺ അല്ല, ജീവിതമാണ് ശരിക്കും അതിന്റെ കഥ. ഇതേ ഫസ്റ്റ് നമ്മളവിടെ ഒരു ബൈക്ക് കച്ചവടം തുടങ്ങുന്ന ഒരു സമയമാണ് കാണുന്നത്. ഫസ്റ്റ് ഞാനാണെന്ന് ശരിക്കും അത് ഞാനുണ്ട്, അങ്ങനെ പറയല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരാള് ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ വണ്ടി ബൈക്കൊക്കെ എന്നും രാവിലെ കഴുകി നമ്മളെ രീതിയിൽ വൃത്തിയാക്കിയിട്ടൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ടൈമാ. അപ്പോൾ നമ്മളെ ഉമ്മ നമ്മളെ സഹായിക്കും. കാരണം നമ്മളന്ന് വീട്ടിൽ വെള്ളം മുക്കണം, കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ടൊക്കെ ഉമ്മ കൊടുന്നു തരും. അങ്ങനെ നമ്മൾ വണ്ടി കഴിക്കുന്ന സമയത്തൊക്കെ ഉമ്മ സഹായിക്കും. അപ്പം ഉമ്മാനായിട്ട് എവിടേക്കൊക്കെ നമ്മൾ ബൈക്കുമ്പോൾ അങ്ങനെ പോകുമല്ലോ. അപ്പം അന്ന് തന്നെ എനിക്ക് മനസ്സിലൊരു ആഗ്രഹമാണ് ഉമ്മാനായിട്ട് ഒന്ന് ബെൻസിലൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വലിയൊരു വണ്ടി കച്ചവടക്കാരനാണോ, വണ്ടി ഉമ്മാട് പറയും ചെയ്തില്ല, ബെൻസ് കറക്കി നിർത്തിയിട്ട് നിങ്ങളെ കയറ്റി പോകുന്നൊക്കെ. അന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ നമ്മൾക്ക് ആഗ്രഹം അന്ന് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉമ്മ പ്രാർത്ഥിച്ചാണ്. നിങ്ങൾ തന്നെ വായിച്ചർത്ഥം വെച്ചല്ലേ. എല്ലാ മതത്തിലും എല്ലാ വിശ്വാസത്തിലും നമ്മൾ പറയാറുണ്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പം മുസ്ലിം മതത്തിൽ പറയാറുണ്ട് ഉമ്മയുടെ കാൽപ്പാതിലാണ് സ്വർഗ്ഗം. അതെ, ഈ മറ്റേ മാതാപിതാ ഗുരുദേവ എല്ലാ മതങ്ങളും ആ ഒരു കോൺസെപ്റ്റിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. അതെ, അപ്പൊ ഉമ്മാന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടിയാൽ ഈ ലോകത്ത് നിങ്ങളെല്ലാം നേടി. അങ്ങനെ ഉമ്മാന്റെ പ്രാർത്ഥന കിട്ടി, നമ്മൾ ബെൻസ് വാങ്ങി, പിന്നെ ഉമ്മാനെ ബെൻസിൽ കയറ്റി ഉമ്മാനെ ബെൻസിൽ പോണ ഒരു ചിത്രം. അതിനപ്പുറത്തൊരു ക്വസ്റ്റ്യൻപാടുണ്ട്. അതായത് ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും വാർത്തകളൊക്കെ വായിക്കാറുണ്ട്, ഈ കഞ്ചാവ് വലിച്ചിട്ടും ലഹരി അടിച്ചിട്ടും ഉമ്മാനെ തല്ലി ഉപ്പാനെ തല്ലി. ഇത് ഉമ്മാന്നൊരു കൺസെപ്റ്റ് പറഞ്ഞുള്ളൂ. രക്ഷിതാക്കള്, നമ്മളെ പ്രദേശത്ത് കുടുംബങ്ങള് എല്ലാം. നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കാനുണ്ടായ ഒരു കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശരിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മള് ബയോളജിക്കലി 2 കാലിൽ നിൽക്കാൻ പാടില്ലാത്ത ജീവികളാണ് മനുഷ്യന്മാർ. പക്ഷെ നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉമ്മയും ഉപ്പയൊക്കെ 2 കാലിൽ നിൽക്കണം നമ്മൾ കണ്ടിട്ടാണ് കുഞ്ഞാകുമ്പോൾ. അപ്പൊ നമ്മൾ എണീറ്റ് നിൽക്കാൻ നോക്കും വികും, എണീറ്റ് നിൽക്കാൻ നോക്കും വികും. അതിന് തുടങ്ങുന്നതാണ് ഉമ്മയും ഉപ്പയുമായിട്ടുള്ള ഒരു കണക്ഷൻ. അതിന് മുമ്പേ ഗർഭപാത്രത്തിൽ തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ വേൾഡിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ പലരും ചെയ്യുന്നൊരു കാര്യം ഉപ്പാനടിക്കുക. നമ്മൾ ഇവിടെയൊക്കെ കമ്മിയാണ്. പക്ഷെ നമ്മളൊരു വൃദ്ധസദനത്തിലൊക്കെ പോയി നോക്കുമ്പോൾ ഇപ്പൊ എത്രയും ആളുകളെ കാണുന്നത് നമ്മളൊക്കെ വിസിറ്റ് ചെയ്യലുണ്ടല്ലോ. ഇങ്ങനെ ആവാനുള്ള കാരണം അവരാണ് ശരിക്കും ഞാനില്ലേ ഇവിടൊക്കെ എല്ലാവരോടും പറയലുണ്ട്, ശരിക്കും നമുക്കൊന്ന് അറിഞ്ഞ് ശരിക്കും നമ്മൾ ബാത്റൂം പോയി വാറ്റിനുള്ളിൽ നിന്ന് പോയാൽ നമ്മളത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. വെറുതെ നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്താ ശരീരത്തിൽ നമുക്ക് എന്താ കൺട്രോൾ നേരം വെളുക്കുമ്പോ തലവേദന പറ്റൂല. പിന്നെ അതെന്താ വെച്ചാല് ഞാനും നിങ്ങളൊക്കെ ഒരു ചെറിയ ഇൻഫ്ലുവൻസർമാരാണ്. അപ്പൊ നമ്മള് ത്രൂ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവണം, നല്ല ഇൻഫ്ലുവൻസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ചെറിയ ചെറിയ രീതിയിൽ ഒരു ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതെ, പോസിറ്റിവിറ്റി നമ്മുടെ ചാനൽ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അതാണ്. സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇത് ഈ ഒരു മോഡൽ എങ്ങനെ ഉണ്ടാക്കാണ്?
R350 2012. ഇതിപ്പോ ഇങ്ങനെ കണ്ടാലേ 7 സീറ്റർ ആണ്. ഒരു 10-50 ലക്ഷം റുപ്യ മുതലുണ്ട്. പക്ഷെ എത്ര കൊടുക്കാം? നമുക്ക് വെറും ഒരു 10,90,000 രൂപക്ക് ഒരു ബെൻസ് എന്ന സ്വപ്നം, ഒറിജിനൽ കേരള 7 സീറ്റർ, എല്ലാ ഫംഗ്ഷനും വർക്കിംഗ്, ബ്ലാക്ക് ഇന്റീരിയർ. ഇത് സിൽവർ കളറായിരുന്നു. ഇത് ഞാനൊരു കസ്റ്റമർക്ക് കൊടുത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് കളർ ചേഞ്ച് ചെയ്താ. അടിപൊളി ലുക്കില്ല വണ്ടി. ഇത് ഈ ഒരു വിലയാണ് വണ്ടി നമ്മൾ പറയാതെ ഒരു മനുഷ്യനെ അറിയില്ല. 10 ലക്ഷം റുപ്യക്ക് ഇവിടെ 4 ഓപ്ഷൻ. അതെ അതെ അതെ. ഇതൊരു ഓഫർ ഉണ്ട്. ജീപ്പ് കോമ്പസ് ഒറിജിനൽ വില ഉണ്ട്. ഇത് ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. ഇത് കിലോമീറ്റർ 160 ഓടിയിട്ടുണ്ട്. പക്ഷെ ഓരോ സർവീസും കമ്പനി ജെന്യൂൻ സർവീസ്. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് കമ്പനിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവർ കമ്പനിയിൽ ചെക്ക് ചെയ്യുക, എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇത് നമുക്ക് വെറും 10.25 ലക്ഷം രൂപ കൊടുക്കാം. അപ്പോൾ ഓഫർ നജീബ്രോ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളെ വീഡിയോയിൽ എന്തായാലും നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഓഫർ കൊടുക്കാം. അതേപോലെ മെറീഡിയൻ ഇത് വില കമ്മി എഴുതിയിട്ട് വണ്ടിക്ക് മോശം പറഞ്ഞ കേട്ടോ. നമുക്ക് ഇതേപോലെ ഓൾക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ വാറണ്ടി കൊടുക്കാം. നല്ല നീറ്റ്. അതെ അതെ. മെറീഡിയൻ വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ അതെ അതെ. അത് ഇത് ഏകദേശം 49ഓളം ബില്ലുണ്ട്. 48-49ഓളം ബില്ലുണ്ട്. ഇത് നമുക്കൊരു 39 ലക്ഷം രൂപക്ക് കൊടുക്കാം. 8 to 10 ലക്ഷം രൂപേന്റെ ഉള്ളിൽ ഡിപ്രിസിയേഷൻ ആയി. 6000 കിലോമീറ്ററിന് വണ്ടി, നീറ്റ് വണ്ടി. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഹൈക്രോസ് ഉണ്ട്, അതേപോലെ ഫോർച്യൂണർ, GL350. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നോവകളാണ്. ഇന്നോവ കാണിച്ചാൽ ഞാൻ പെടും. ഇന്നോവ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഒരു നല്ല കാർ വാങ്ങാം. യൂസ്ഡ് കാറിലൊക്കെ ആവുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളാണ്. ലൈക്ക് ട്രസ്റ്റഡ് ആക്കാൻ പറ്റുമോ, എങ്ങനെ വിശ്വസിച്ച് വാങ്ങും, നമ്മളെ പറ്റിക്കോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു കാര്യങ്ങൾ. പക്ഷേ ഇതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പറയുന്നത് തോന്നുന്നത്. ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഇദ്ദേഹത്തെ എനിക്ക് അറിയാം. ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാരിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ചെയ്യേണ്ടത് അവരുടെ കൂടെ യാത്ര ചെയ്യാം, ഒന്ന് ഇടപാടെടുക്കുക. ഞങ്ങള് ചെയ്തിട്ടുണ്ട്. കുറെ കെട്ടി പിടിച്ച് കടന്നറിയിക്കണേ. അതുകൊണ്ട് ആ ഒരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡ് എന്താണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം, പറ്റിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വാഹനം. അത് പ്രീമിയം ആയിരിക്കാം, ബഡ്ജറ്റ് ആയിരിക്കാം. അത് ഓരോരുത്തർക്കും അവരവരുടെ റേഞ്ച് അനുസരിച്ചാണ് അത് പ്രീമിയവും ബഡ്ജറ്റൊക്കെ ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വാഹനം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും സഫാരി കാർസിനെ ബന്ധപ്പെടാം. കരുവാരക്കുണ്ടിലാണ് ഒരു ഷോറൂം ഉള്ളത്. വിദൂരമില്ലാത്ത ഭാവിയിൽ കേരളത്തിന്റെ പല ഭാഗത്തേക്കും ഞങ്ങളിത് സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥന. നമ്പർ കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടയിൽ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്പർ എന്നുള്ളതാണ്. വിളിച്ചോ അന്വേഷിച്ച് ഇവിടെ വന്ന് വണ്ടി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു അൻഫൽ ഭായ്. താങ്ക് യു. ഇങ്ങോട്ട് വന്നതിന് മുന്നേ അങ്ങോട്ട് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നതിൽ താങ്ക് യു. അവസരം തന്നതിലും അതുപോലെ തന്നെ സഫാരി കാർസിനെ ഫീച്ചർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.